ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു പോഷിയായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മഞ്ഞിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മഞ്ഞിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്ന പരിഹാസം ഏറ്റുവാങ്ങിപ്പോലും നിൻ ദിവ്യവചനത്തിൻ സാക്ഷിയാകാൻ. നിന്നെ പാരിനു നൽകുവാനായി ഇനി ഭാരങ്ങളെന്തും ചുമക്കാം. നിന്നെ പാരിനു നൽകുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാൻ എത്രയേറെ പാടുപെട്ടു. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാൻ എത്രയേറെ പാടുപെട്ടു. പാപച്ചുഴികളിൽ താഴാതിരിക്കാൻ ഞാൻ എത്രയേറെ നോമ്പു നോറ്റു. നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യം. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. നിത്യനായ ദൈവം വളരെ ഭീരുവും ഭയചകിതനുമായിരിക്കുന്ന ഗിദെയോനോട് പറയുന്ന വാക്കാണ്, നീ ശത്രുവിൻ്റെ നേരെ പുറപ്പെടുക, ഒരു കൂട്ടം ആളുകളെയും കൂട്ടി നീ പുറപ്പെടുക. നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ സമൂഹത്തെയും കൂട്ടിക്കൊണ്ട് നീ ശത്രുവിൻ്റെ നേരെ, എതിരാളിയായി നിൽക്കുന്ന മിദ്യാൻ്റെ നേരെ നീ പുറപ്പെടുക. മിദ്യാന്യ പ്രഭുക്കന്മാരെ തോൽപ്പിക്കുവാൻ, ഇസ്രായേൽ ജനത്തെ ആക്രമിച്ച് നശിപ്പിക്കുവാനും അവരുടെ വിളവുകൾ കവർന്നു കൊണ്ടുപോകുവാനും കാത്തു നിൽക്കുന്ന മിദ്യാന്യരെ
ഒടുക്കിക്കളയുവാനായി, മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുവാനായി നീ പുറപ്പെടുക, ഒരുപറ്റം ആളുകളെയും കൂട്ടി പുറപ്പെടുക. ഭീരുവായിരുന്ന ഗിദെയോന് ദൈവം ധൈര്യം കൊടുത്ത് പറഞ്ഞയക്കുകയാണ്. ഭയപ്പെട്ടിരുന്ന ഗിദെയോന് ദൈവം തൻ്റെ വചനവും തൻ്റെ സാന്നിധ്യവും തൻ്റെ കൃപയും നൽകി പറഞ്ഞയക്കുകയാണ്. ഗിദെയോൻ്റെ മനസ്സിലെ ഭീരുത്വം ദൈവം മാറ്റുവാൻ ഗിദെയോനോട് ദൈവം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ദൈവം ഇടപെടുകയാണ്. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത് ഗിദെയോനെ സന്തോഷത്തോടെ ദൈവം യാത്ര അയക്കുകയാണ്. നിൻ്റെ ഈ ബലത്തോടെ പോക എന്ന് ഗിദെയോനോട് പറഞ്ഞ് ഗിദെയോനെ ബലപ്പെടുത്തി പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പൊയ്ക്കൊള്ളട്ടെ എന്ന ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. ഗിദെയോൻ്റെ ആവേശം കണ്ട് ആരംഭശൂരത്വത്തോടുകൂടി 30,000 പേരൊത്തുകൂടി. 30,000 ജനം. അവർ മിദ്യാന്യ സൈന്യത്തെ തോൽപ്പിക്കുവാനായി ഒരുമിച്ച് ഗിദെയോൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ്. ദൈവം നോക്കി ഗിദെയോൻ്റെ കൂടെയുള്ള ഈ 30,000 കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ദൈവം കൽപ്പിച്ചു, ദൈവം അരുളി ചെയ്തു, ഈ ജനം അധികമാണ്. ഈ ജനം മിദ്യാന്യരെ എതിർക്കാൻ പോകുമ്പോൾ ഞാൻ മിദ്യാന്യരെ തോൽപ്പിക്കും. പക്ഷേ ജനം ധരിക്കും അവരുടെ ആൾബലം കൊണ്ട് അവർ നേടിയെടുത്തു എന്ന്, അവരുടെ കൈക്കരുത്ത് കൊണ്ട് അവർ നേടിയെടുത്തു എന്ന്, അവരുടെ കഴിവുകൊണ്ടും യുദ്ധ നൈപുണ്യം കൊണ്ടും അവർ മിദ്യാന്യരെ തോൽപ്പിച്ചു എന്ന് അവർ വൃഥ സംതൃപ്തിപ്പെടുകയും തന്മൂലം ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുകയും ചെയ്യും എന്ന് ദൈവം ഗിദെയോനോട് അരുളി ചെയ്തു. ആകയാൽ ഈ ജനത്തിൽ നീ വളരെ ചുരുക്കം പേരെ മാത്രം കൂട്ടിക്കൊണ്ട് പോയാൽ മതി. ആ ഒരു തെരഞ്ഞെടുപ്പ്, ചുരുക്കം പേരെ തിരഞ്ഞെടുക്കുന്നതിന് നീ എന്താണ് ചെയ്യേണ്ടത്? നീ അവരോട് പറയുക, ഭയമുള്ളവർ, ഭീരുത്വമുള്ളവർ ആരും യുദ്ധത്തിന് വരണ്ട, അവർക്കെല്ലാം ഗിലെയാദ് പർവ്വതത്തിലേക്ക് മടങ്ങിപ്പോകാം. അങ്ങനെ പറയുവാനായി ദൈവം അരുളി ചെയ്തു. ഗിദെയോൻ അപ്രകാരം പറഞ്ഞു. 30,000 പേരിൽ 20,000 പേര് മടങ്ങിപ്പോയി. അവർ ഭയമുള്ളവരായിരുന്നു, അവർ അധൈര്യം ഉള്ളവരായിരുന്നു, അവർ ഭീരുത്വമുള്ളവരായിരുന്നു. അവർക്ക് ശത്രുവിന് നേരെ കരുത്തോടെ പോകാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. അവരുടെ ഉള്ളം പേടിച്ചിരിക്കുകയായിരുന്നു. ഭയവും ഭീതിയും അവരെ അലട്ടിയിരുന്നു. എന്നാൽ ഒരു വലിയ കൂട്ടം ജനം ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ യുദ്ധതൽപരരായി വന്നപ്പോൾ ഗിദെയോൻ്റെ മേൽ ആത്മാവ് വന്നിറങ്ങി. ആത്മാവിൻ്റെ കരുത്തോടും ശക്തിയോടും ബലത്തോടും കൂടി ഗിദെയോൻ പുറപ്പെട്ടപ്പോൾ ഗിദെയോൻ്റെ പിന്നിൽ ആവേശഭരിതരായി അവർ അണിനിരന്നു. അവർ ആരംഭശൂരത്വമുള്ളവരായിരുന്നു. ആത്മീയ ജീവിതത്തിലും ആരംഭശൂരത്വമുണ്ട്. ഒരു മാനസാന്തരം കിട്ടി, ദൈവിക കൃപയിലേക്ക് ഒരാകർഷണം കിട്ടി, ക്രൂസിലെ സ്നേഹത്തിൻ്റെ ഒരു വശീകരണം കിട്ടി, കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നല്ല സ്വാധീനം വലയം ചെയ്തു. ദൈവകൃപ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തു. പ്രകടമായ പാപങ്ങളോട് യാത്ര പറയുവാൻ ഒരു ആവേശം ലഭിച്ചു. ഒരു പുതിയ ജീവിതത്തിൻ്റെ മാധുര്യവും ആനന്ദാതിരേകവും ജീവിതത്തിൽ കൈവന്നു. അപ്പോൾ വളരെ ഉത്സാഹമാണ്, വളരെ താല്പര്യമാണ്. എല്ലാ കൂട്ടായ്മയിലും മുടങ്ങാതെ പങ്കെടുക്കും, എല്ലാ യോഗങ്ങളിലും വരും, ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ നല്ല ആവേശമാണ്, ആനന്ദമാണ്, നല്ല ആഹ്ലാദമാണ്, നല്ല ശാന്തിയാണ്. ജീവിതത്തിൽ പാപം വരുന്നില്ല. ഞാൻ ഏതാണ്ടെല്ലാം ശരിയായി എന്നൊരു തോന്നൽ, ഞാൻ ജയിച്ചു കഴിഞ്ഞു എന്നൊരു തോന്നൽ, ഇനി ഈ ശത്രുവിന് എന്നെ കീഴടക്കാൻ സാധ്യമല്ലെന്നുള്ള ഒരു ആരംഭശൂരത്വ ചിന്ത, പ്രിയപ്പെട്ടവരെ, അത് അപകടകരമായൊരവസ്ഥയാണ്. ഭയവും ഭീരുത്വം ഉള്ളിൽ നിന്ന് മാറിയില്ല, ആളത്വം മാറിയില്ല, സ്വഭാവം മാറിയില്ല, ഹൃദയത്തിൽ
ഒളിഞ്ഞു കിടക്കുന്നതായ ചില ഭാവങ്ങൾ അത് ഇപ്പോൾ പ്രകടമാകുന്നില്ലെങ്കിലും അകത്തുണ്ട്, പക്ഷേ അത് ഉണ്ട് എന്നറിയുന്നില്ല. ജീവിതത്തിൽ ചില തിന്മകൾ അകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്, ചില പാപ പ്രകൃതികളകത്തുണ്ട്. പുറമേ ഇപ്പോൾ പഴയതുപോലെ കോപിക്കുന്നില്ലെങ്കിലും കോപത്തിൻ്റെ വാസന അകത്തുണ്ട്. പുറമേ ഇപ്പോൾ ഏതെങ്കിലും അഴുക്കായ കാര്യങ്ങളുടെ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നില്ലെങ്കിലും അകത്ത് അഴുക്കുണ്ട്. ഒരു സാഹചര്യം വന്നാൽ അഴുക്കിലേക്കും തിന്മയിലേക്കും അശുദ്ധിയിലേക്കും വഴുതി വീഴാവുന്ന ആളത്വമാണ്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തെറ്റുകളൊന്നും വരുന്നില്ല എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമോ സംതൃപ്തിയോ സ്വയം മതിപ്പോ ഹൃദയത്തിൽ ഉറഞ്ഞുകൂടി നിൽക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അത് ക്രിസ്തീയ ജീവിതത്തിലെ ആരംഭശൂരത്വമാണ്. ഒരളവിൽ പറഞ്ഞാൽ അതെല്ലാവർക്കും ഉണ്ട് താനും. അതിന് നല്ലൊരു ആസ്പെക്റ്റ് ഉണ്ട്, നല്ലൊരു വശമുണ്ട്. അതെന്താണെന്നോ, ആദ്യ സ്നേഹം ലഭിക്കുക എന്ന് പറയും. ആദിമസ്നേഹം. വാസ്തവത്തിൽ ഈ ആദിമസ്നേഹത്തിൻ്റെ കാലത്ത് പാപം വരുന്നില്ല. പാപത്തോടുള്ള ആസക്തി നിശേഷം കെട്ടുപോയതായി തോന്നുന്നു. മാനസാന്തരപ്പെട്ട ആദ്യകാലത്ത് ലഹരി പിടിച്ചോടുന്നത് പോലാണ്. കൂട്ടായ്മയിൽ നല്ല മാധുര്യമാണ്. ദൈവമക്കളെ കാണുന്നതും, ദൈവമക്കൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും, ദൈവമക്കൾ ഒരുമിച്ച് ഇരിക്കുന്നതും, ഒരുമിച്ച് പാടുന്നതും, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും, ഒരുമിച്ച് സ്തുതിക്കുന്നതും, ഒരുമിച്ച് ആരാധിക്കുന്നതും, ഒരുമിച്ച് വേല ചെയ്യുന്നതുമെല്ലാം വലിയ ആവേശമാണ്, വലിയ ആനന്ദമാണ്, ഉൾത്തുടുപ്പാണ്, സന്തോഷപ്രകർഷമാണ്. ആഹ്ലാദഭരിതരായി വേല ചെയ്യും, ഉത്സാഹഭരിതരായി പ്രവർത്തിക്കും. ആദിമ സ്നേഹത്തിൻ്റെ കാലയളവാണ്. ഒരു ആദിമ ലഹരിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേകം പേര് ആദ്യ സ്നേഹം രുചിച്ചവരാണ്, ആദ്യ സ്നേഹത്തിൻ്റെ രുചി പറ്റിയവരാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ മാനസാന്തരപ്പെട്ട ആദ്യകാലത്ത് ലഹരി പിടിച്ചോടിയത് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ആർത്തി കൊണ്ട് ഓടിയത് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ. ശ്രേഷ്ഠരായ ദൈവദാസന്മാരുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വചനത്തിൻ്റെ മുത്തുകൾ പെറുക്കിയെടുക്കുവാൻ ഞാൻ ഓടിയതും, അത് മുഴുവനും എൻ്റെ ഹൃദയത്തിൽ കോരിത്തരിച്ചുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ ഉൾക്കൊണ്ടതും, ഞാൻ എന്നെ തന്നെ മറന്ന് ഞാൻ വചനത്തിനു വേണ്ടി എൻ്റെ ജീവിതം വേർതിരിച്ചതുമെല്ലാം ഞാനിന്ന് അത്ഭുതത്തോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടം അങ്ങനെയാണ്. അതാണ് മിസ്രയീമിൽ നിന്ന് ഫറവോൻ്റെ അടിമത്തം വിട്ടുപോകുന്ന ജനം ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വലിയ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ പാടിയത്. ഫറവോന് ഞാൻ ഈ അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി പാടുകയാണ്. പാടിയത് വെറുതെ ഭാവിച്ചതല്ല, വാസ്തവമായി അനുഭവിച്ചുകൊണ്ടാണ്. സ്നേഹിതരെ, നിങ്ങളിൽ അനേകർ ഈ വാസ്തവമായ മധുര അനുഭൂതി ആസ്വദിച്ചവരാണ് എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിന് ശേഷം ഒരു ഘട്ടമുണ്ട്. ആരംഭശൂരത്വമെല്ലാം കെട്ടടങ്ങുന്നൊരു ഘട്ടമുണ്ട്. ആരംഭശൂരത്വമെല്ലാം ക്ഷയിച്ചു പോകുന്നൊരു സമയമുണ്ട്. നമ്മുടെ ഉത്സാഹമെല്ലാം തണുക്കും. സാഹചര്യങ്ങൾ എതിർത്തു വരുമ്പോൾ, പ്രാതികൂല്യങ്ങൾ വരുമ്പോൾ, വീട്ടിലോ നാട്ടിലോ എതിർപ്പും പരിഹാസവും പെരുകുമ്പോൾ, സ്വന്തപ്പെട്ടവരും ബന്ധപ്പെട്ടവരും ചാർച്ചക്കാരും കൂട്ടാളികളും എതിർക്കുകയും നമ്മെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മുടെ വീര്യം തണുക്കും. അപ്പോൾ നമുക്ക് തളർച്ച വരും. അപ്പോൾ നമുക്ക് മടുപ്പ് വരും. അതുവരെ ഉണ്ടായിരുന്ന ഉത്സാഹം മങ്ങും. അതുവരെ ഉണ്ടായിരുന്ന ആദ്യ സ്നേഹത്തിന് കോട്ടം തട്ടും. അപ്പോഴാണ് ഇതാ ഒളിഞ്ഞു നിന്ന പാമ്പ്, തന്ത്രശാലിയായ പിശാച്, അവൻ കടന്നു വരുന്നത്, അവൻ വന്ന് ഉപദ്രവിക്കുന്നത്, അവൻ വന്ന് വീഴിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞ പാപങ്ങൾ, അത് ചിലതെല്ലാം എടുക്കുവാൻ തോന്നും. ചിലപ്പോൾ പാപം അത് വീണ്ടും എടുത്തില്ല എന്ന് വരുമെങ്കിലും പാപത്തെക്കുറിച്ച് മുമ്പുണ്ടായിരുന്ന ആ ഒരു ബോധം നിലനിൽക്കാതെ ഒരു മരവിപ്പ് ഹൃദയത്തിൽ വരും. പാപബോധവും ഹൃദയത്തകർച്ചയും നഷ്ടപ്പെട്ട്, പണ്ടുണ്ടായിരുന്ന ആ മനസ്സ് നുറുക്കം നഷ്ടപ്പെട്ട്, എപ്പോഴും ഹൃദയം അലിഞ്ഞും ആർദ്രമായും എപ്പോഴും നുറുങ്ങിയും എപ്പോഴും തകർന്നു വരുന്ന ഹൃദയത്തിൻ്റെ ആർദ്രഭാവങ്ങൾ നശിച്ച് ഇപ്പോഴിതാ ഹൃദയം ഒന്ന് മരവിച്ചതുപോലെ, ഉള്ള് തണുത്തതുപോലെ, കൂട്ടായ്മയ്ക്കുള്ള ലഹരി കുറഞ്ഞതുപോലെ, ദൈവമക്കളുടെ സഹിത്വത്തിന് വേണ്ടിയുള്ള വാഞ്ച അല്പം കെട്ടടങ്ങിയതുപോലെ, കൂട്ടായ്മയിലെ ആ സന്തോഷവും ആരാധനയുടെ സൗകുമാര്യവും തെല്ല് കുറഞ്ഞതുപോലെ,
ചില അനുഭവങ്ങൾ വന്നു ചേരും. ആരംഭശൂരത്വം കെട്ടടങ്ങി. ആദിമസ്നേഹം പോയി, ആദ്യ സ്നേഹം പോയി. എഫേസ്യ സഭയ്ക്കുള്ള ദൂതിൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്, പല മേന്മകൾ നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ തിന്മയിൽ ജീവിക്കുന്നവരുമായി അകൽച്ച പാലിക്കുന്നുണ്ട്. നിക്കലാവ്യരുടെ വേദവിപരീതമായ നടപ്പിനെ നീ വിട്ടുമാറുന്നുണ്ട്. നിക്കലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നുണ്ട്. ആത്മീയ രംഗത്ത് നിൽക്കുന്നെന്ന് ഭാവിച്ച് വിശുദ്ധിയുടെ തനിമ നഷ്ടപ്പെടുത്തി അശുദ്ധിയെ സ്നേഹിക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് നീ വിടുന്നുണ്ട്. നീ ദൈവത്തെ സ്നേഹിച്ച് നീ പലതും ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. നീ തളർന്നു പോകാതെ അധ്വാനിക്കുന്നുണ്ട്, ദൈവവേലയിൽ ഉത്സാഹിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അവിടുന്ന് അരുളി ചെയ്യുകയാണ്. 7 പൊൻ നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ അരുളി ചെയ്യുകയാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉലയിൽ ചുട്ടുപൊഴിപ്പിച്ച വെള്ളോട് സദൃശമായ കാലുകളോട് കൂടിയവൻ, ഊഫാസ്തംഗം അണിഞ്ഞു നിൽക്കുന്നവൻ, തേജോമയനായ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്യുകയാണ്. മനുഷ്യനോട് പറയുകയാണ്, എഫേസോസിലെ സഭയോട് പറയുകയാണ്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുന്ന കാലത്ത്, പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിലും ഏറ്റവും ആത്മനിറവുള്ള ലേഖനമാണ് എഫേസ്യ ലേഖനം. ആത്മനിറവുള്ള ലേഖനം, ആത്മനിറവുള്ള ജനം, നല്ല ഉത്സാഹഭരിതരായി ദൈവവേല ചെയ്യുന്ന ജനം, ആത്മാവിന് നിറവിൽ കഴിയുന്ന ജനം, ആത്മാവിൻ്റെ കൃപാവരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ് ഫലപ്രാപ്തിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജനം. എന്നാൽ ആ ജനം ഒരു വെറും 50 കൊല്ലത്തിനകം യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് എഴുതുമ്പോൾ വെറും 50 കൊല്ലത്തിനകം ആ ജനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കാണുന്നത് എന്താണ്? നീ തളർന്നു പോയല്ലോ, നിൻ്റെ ആദ്യ സ്നേഹം കെട്ടുപോയല്ലോ, എത്ര ചുരുങ്ങിയ കാലം കൊണ്ട് നിൻ്റെ വീര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. സഭയോടാണ് പറയുന്നത് മാനസാന്തരപ്പെടാൻ, മാനസാന്തരപ്പെടാത്തവരോടല്ല പറയുന്നത്. മാനസാന്തരപ്പെട്ട സമൂഹത്തോടാണ് പറയുന്നത്. ഒരിക്കൽ ആത്മനിറവുണ്ടായിരുന്നവരോടാണ് പറയുന്നത്. ഒരിക്കൽ ആത്മാവിൻ്റെ ചലനമുണ്ടായിരുന്നവരോടാണ് പറയുന്നത്. ഒരിക്കൽ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ദൈവത്തെ സ്തുതിച്ചവരോടാണ് പറയുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നവരോടാണ് പറയുന്നത്. സംസാരിക്കുന്നത് ആത്മനിറവിൽ, സംസാരിച്ച് വർത്തമാനം പറയുമ്പോൾ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും. എന്തൊരു നിലവാരമായിരുന്നു, എന്തൊരു ഉണർവായിരുന്നു എഫേസോസിലെ സഭ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും തമ്മിൽ സംസാരിച്ചും. പ്രിയപ്പെട്ടവരെ, എന്തൊരു നിലവാരമായിരുന്നു. പക്ഷേ ഇതാ കേവലം 10-40 കൊല്ലത്തിനകം പെട്ടെന്ന് ഇതാ ആ സഭ ക്ഷയിച്ച് പയ്യെ തളർന്നു വന്നിട്ട് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നാണ് പറയുന്നത്. ഹൃദയങ്ങളെ കാണുന്ന ദൈവം കൽപ്പിക്കുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. വളരെ ഗൗരവമായിട്ടാണ് ആത്മാവ് കൽപ്പിക്കുന്നത്. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ എളിമയോട് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനേകരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആദ്യകാല ആത്മലഹരി കൈമോശം വന്നിരിക്കുകയാണ്. ആത്മാവിൻ്റെ കരുത്ത് കുറഞ്ഞു പോയിരിക്കുകയാണ്. ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി മന്ദീഭവിച്ചിരിക്കുകയാണ്. പുതിയ സന്ദേശങ്ങൾ ഇന്ന് ഹൃദയത്തിൽ പെരുകി വരുന്നില്ല. പുതിയ ദൂതുകൾ അത് കെട്ടടങ്ങിപ്പോയിരിക്കുന്നു. പുതിയ ചൈതന്യമില്ലാതെ എന്നുമെന്നും പുതിയ ചൈതന്യവും പുതിയ കൃപയും പ്രാപിച്ചുകൊണ്ട് പുതുശക്തിയോടെ മുന്നോട്ട് പോകേണ്ട ദൈവവൈതൽ ഇതാ പഴയകാല ചരിത്രം മാത്രം കൈമുതലാക്കിക്കൊണ്ട് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നലത്തെ മന്ന പോരാ, ഇന്ന് പുതിയ മന്ന പെറുക്കണം.
എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നലത്തെ മന്ന ഇന്നത്തേക്ക് പറ്റുകയില്ല. ഇന്നത്തേക്ക് ഇസ്രായേൽക്കാർ പുതിയ മന്ന പെറുക്കണം. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് പുതിയ മന്ന പെറുക്കാൻ താല്പര്യമുണ്ടോ? കർത്താവേ, മറഞ്ഞിരിക്കുന്ന മന്ന എനിക്ക് തരണമേ. കർത്താവേ, പുതിയ മന്ന എനിക്ക് തരണമേ. പുതിയ ദൂതെനിക്ക് തരണമേ. പുതിയ അനുഭവങ്ങൾ എനിക്ക് തരണമേ. ഇപ്പോൾ പിടിച്ച മീനുകൾ ചിലത് കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ച ഉയർത്തെഴുന്നേറ്റ മിശിഹാ തമ്പുരാനെ, ഇപ്പോൾ പിടിച്ച ചില ആത്മവരങ്ങളുമായി നിന്റെ അരികിലേക്ക് പറന്നു വരാൻ ഇനി ഒരുക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോഴത്തെ ചില അനുഭവങ്ങൾ, ഇപ്പോഴുള്ള പുതിയ ചൂടുള്ള ചില അനുഭവങ്ങൾ, പുതിയ ശക്തിധന്യമായ ചില അനുഭവ സവിശേഷതകൾ എനിക്ക് നേടിയെടുക്കാനുള്ള ഭാഗധേയം നൽകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ശക്തി, എന്നുമെന്നും പുതുക്കം, എന്നുമെന്നും തകർച്ച. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബ്രോക്കൺ ഹാർട്ടഡ്നെസ്, ഹൃദയമെന്നും തകർന്നിരിക്കും. എന്നും ഒരു എളിമ, എന്നും ഒരു താഴ്മ. ആത്മാവിൽ ഞാൻ ഒന്നുമായില്ല എന്നൊരു സുബോധം എന്നും. അയ്യോ ദൈവമേ, നിൻ്റെ വിശുദ്ധിയോട് ഞാൻ അടുക്കും തോറും കർത്താവേ, ഞാൻ എത്ര നിസ്സാരൻ. ഒരു എളിമ നമുക്ക് കിട്ടുന്നു. ആത്മാവിൻ്റെ വളർച്ചയുടെ ലക്ഷണം അതാണ്. ആത്മാവിൻ്റെ വളർച്ചയുടെ വ്യക്തമായ നിദർശനം അതാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് വിളക്കെടുത്ത് മാറ്റും. സ്റ്റാൻഡ് അവിടെ ഇരിക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, അനേകരിന്ന് വിളക്കില്ലാത്ത സ്റ്റാൻഡ് മാത്രമായി വന്നിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിളക്കില്ല, സ്റ്റാൻഡുണ്ട്. വിളക്ക് വെച്ചിരുന്നു, പഴയകാല അനുഭവങ്ങളുണ്ട്. അവിടെ വിളക്കുണ്ടായിരുന്നു, വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, വിളക്കിൽ തിരിയുണ്ടായിരുന്നു, വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. ഇന്ന് ലാമ്പ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. വിളക്ക് വയ്ക്കുന്ന സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നില മാത്രമേ ഉള്ളൂ. അതിൻ്റെ നിലയിൽ നിന്ന് വിളക്ക് മാറിപ്പോയിരിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ വിളക്ക് അതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ജീവിതത്തിൽ വിളക്ക് മാറിപ്പോയവരാരെല്ലാം ഉണ്ട് ഈ വാക്കുകളെ കേൾക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദീപം കെട്ടുപോയി അനുഭവത്തിലിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? എണ്ണ വറ്റിപ്പോയി കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? പുകഞ്ഞുകൊണ്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? വിളക്കിൻ്റെ തിരിനാളങ്ങൾ കെട്ടടങ്ങി ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്തുള്ളവർക്കെല്ലാം ആ പുകയുടെ അസഹ്യതയും ദുർഗന്ധവും ഏൽക്കേണ്ടി വരുന്നു. അങ്ങനെ കൂട്ടായ്മയിൽ തന്നെ അസഹ്യത പരത്തിക്കൊണ്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? കൂട്ടായ്മയിൽ മാതൃകാവിഹീനമായി പെരുമാറുന്നവരാരെല്ലാം ഉണ്ട്? സ്വന്തം കുടുംബങ്ങളിൽ മാതൃകായോഗ്യമല്ലാതെ ജീവിക്കുന്നവരാരെല്ലാം ഉണ്ട്? വിളക്ക് കെട്ടുപോയി ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളോടൊരു വാക്ക് പറയാനുണ്ട്. പുകയുന്ന തിരി കെടുത്ത് കളയുകയില്ല, ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയുമില്ല. പുകഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും മകനെ, നിന്നെ കെടുത്ത് കളയാതെ, നിന്നെ തീനാളം ജ്വലിപ്പിച്ച്, നിനക്ക് കരുത്ത് ശക്തിയും തന്ന്, നിനക്ക് ബലവും കൃപയും തന്ന്, നിനക്ക് ദീപം തന്ന്, നിനക്ക് വെളിച്ചം തന്ന്, നിനക്ക് പ്രകാശം തന്ന്, നിനക്ക് ചൂട് തന്ന്, നിന്നെ ഉണർത്താൻ ഇതാ രക്ഷകൻ അരികത്തോടെ മന്ദം വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉടയവൻ നിൻ്റെ അരികിലേക്ക് വരികയാണ്. പുകയുന്നതിന് കെടുത്ത് കളകയില്ല, ചതഞ്ഞ് ഓടെ ഞാൻ ഒടിച്ചു കളയുകയുമില്ല. ചതഞ്ഞു പോയി ശരിയാണ്, പക്ഷേ ഒടിച്ച് കിള്ളി എറിഞ്ഞു കളകയില്ല. ചതഞ്ഞത് ഞാൻ താങ്ങി നിർത്തും, അത് ഞാൻ ചികിത്സിക്കും. പിന്മാറ്റത്തെ ഞാൻ ചികിത്സിച്ച് സൗഖ്യമാക്കുമെന്ന് ഹോശയ്യ പ്രവാചകൻ പറയും. ഹോശയ്യ പ്രവാചന പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുമെന്ന് അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 42-ാം അധ്യായത്തിൽ, പുകയുന്ന തിരി ഞാൻ കെടുത്തു കളയുകയില്ല, ചതഞ്ഞയോടെ ഞാൻ ഒടിച്ചു കളയുകയുമില്ല എന്ന് പറയുന്നു. പുകയുന്ന തിരി കെടുത്തു കളയാത്തവൻ, ചതഞ്ഞയോടെ ഒടിച്ചു കളയാത്തവൻ, നിങ്ങൾക്ക് ആദ്യ സ്നേഹം മടക്കി തരുവാനിതാ ഈ സമയം നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്, നിങ്ങളുടെ സമീപത്തൂടെ നടക്കുകയാണ്. ആദ്യ സ്നേഹം നിങ്ങൾക്ക് വേണമോ? ആദിമ ലഹരി നിങ്ങൾക്ക് വേണമോ? ആദ്യകാല മാധുര്യം നിങ്ങൾക്ക് വേണമോ? ആദ്യകാല സമാധാനം നിങ്ങൾക്ക് വേണമോ? ഒരു കാലത്ത് നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട കാലത്തുണ്ടായിരുന്ന ശുശ്രൂഷയുടെ വീര്യം നിങ്ങൾക്ക് മടക്കി കിട്ടണമോ? ദൈവവേലയുടെ മാധുര്യം നിങ്ങൾക്ക് തിരികെ കിട്ടണമോ? ആത്മീയ ജീവിതത്തിൻ്റെ സന്തോഷ പ്രകർഷങ്ങൾ നിങ്ങൾക്ക് തിരികെ വാങ്ങിയെടുക്കണമോ? നിങ്ങളുടെ പിന്മാറ്റത്തിൽ നിന്ന് തിരികെ വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?
പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഉണരുവീൻ, നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് അറിയുവീൻ. കർത്താവേ, ഞാൻ തണുത്തുപോയി, നാഥ ഞാൻ കെട്ടുപോയി, നാഥ ഞാൻ ചതഞ്ഞുപോയി, ഉടയവനെ ഞാൻ ചാഞ്ഞ് ചെരിഞ്ഞുപോയി, കർത്താവേ ഞാൻ ലാമ്പ് സ്റ്റാൻഡിൽ നിന്ന് വിട്ടുപോയി, എൻ്റെ ദൈവമേ എൻ്റെ വിളക്ക് കെട്ടുപോയി, എന്നിൽ എണ്ണ വറ്റിപ്പോയി, പുകയിന്ന് തിരിയായി ഞാൻ നിൽക്കുന്നു. ആര് ഇപ്പോൾ ദൈവത്തോട് പറയും, നാഥ എന്നിൽ നീ തീ പിടിപ്പിക്കണമേ, സ്വർഗത്തിന്റെ തീയായവനെ, സ്വർഗത്തിന്റെ അഗ്നിയായവനെ, നിന്റെ തീനാളം എന്നെ ഒന്ന് തൊടുവിക്കണമേ, തീജ്വാല എന്നെ ഒന്ന് തൊടുവിക്കണമേ, ഈ വിളക്കിലേക്ക് നിന്റെ എണ്ണ ഒന്ന് പകരണമേ, സൗജന്യ സ്നേഹം എന്നിലേക്ക് പകരണമേ, സൗജന്യ കൃപ എന്നിലേക്ക് ഒഴുകണമേ, സൗജന്യ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, സൗജന്യ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ഇപ്പോൾ നാഥ എന്നെ നീ ഒന്ന് പുതുക്കണമേ, എനിക്കൊരു പുതുവീര്യം തരണമേ, പുതുബലം ധരിപ്പിക്കണമേ, പുതിയ കൃപ എന്നെ അണിയിക്കണമേ. നാഥാ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഇപ്പോൾ തന്നെ ആദിമ സ്നേഹം മടക്കി തന്ന് ഭയവും ഭീരുത്വവും മാറ്റി ആദ്യ ശക്തിയിലേക്ക് എന്നെ മടക്കി കൊണ്ടുവന്ന് എന്നെ പ്രയോജനമുള്ളവനാക്കി തീർക്കണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പി, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അൻപുള്ള രക്ഷിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് ആദ്യ സ്നേഹം മടക്കി തരാമെന്ന് പറഞ്ഞ വാഗ്ദാനത്തിനായി സ്തോത്രം. ഉടയവനെ, വാക്ക് പറഞ്ഞവൻ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാകിയാൽ സ്തോത്രം. ഇപ്പോൾ കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും നിന്റെ ആദ്യ സ്നേഹം സന്ധിക്കണമേ, ആദ്യ സ്നേഹം സന്ദർശിക്കണമേ. ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് എണ്ണ പകരണമേ, പരിശുദ്ധാത്മാവിന്റെ എണ്ണ പകരണമേ, പരിശുദ്ധാത്മാവിന്റെ കൃപ പകരണമേ, പരിശുദ്ധാത്മാവിന് തീ പകരണമേ, പരിശുദ്ധാത്മാവിന് ജ്വാല പകരണമേ, പരിശുദ്ധാത്മാവിന് തീനാവ് പകരണമേ. പിളർന്ന തീനാവുകൾ വന്ന് പതിയണമേ. ഓരോരുത്തരും സ്തുതിപ്പാനുള്ള തീയുടെ സ്തുതിയാൽ അഭിഷിക്തരായി തീരണമേ. പാപബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ, ബന്ധന കയറുകൾ പൊട്ടിപ്പോകണമേ. കരുണയുള്ള കർത്താവേ, രോഗികൾക്ക് സൗഖ്യം ലഭിക്കണമേ, മനോഭീതിയുള്ളവർക്ക് ധൈര്യം നൽകണമേ, ചഞ്ചല ഹൃദയരെ ഉറപ്പിക്കണമേ, ബലഹീനരെ താങ്ങണമേ, വഴിതെറ്റിപ്പോയവരെ നേർവഴിക്കാക്കണമേ, പിന്മാറിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, പാവികളെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കണമേ, കുടുംബ സമാധാനം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.